ഹായ് എവരി വൺ. അപ്പോൾ നമ്മുടെ ഏപ്രിൽ മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ ലാസ്റ്റ് പാർട്ടാണ്. 3 പാർട്ടുണ്ടായിരുന്നു. ആദ്യത്തെ 2 പാർട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേർഡ് പാർട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഹൂ ലോഞ്ച് പാർവ PARRVA? ഡെഫിനിഷൻ മീൻസ് പാസ്റ്റ് റിസ്ക് ആൻഡ് റിട്ടേൺ വെരിഫിക്കേഷൻ ഏജൻസി സിസ്റ്റം. ആരാണ് അതിൽ ലോഞ്ച് ചെയ്തത്? ഓപ്ഷൻ ഡി സെബി ആണ്. സെബി എന്ന് പറയുന്നത് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ആണ് സെബി എന്ന് പറയുന്നത്. പാർവ ഈസ് എ വെരിഫിക്കേഷൻ സിസ്റ്റം ഡിസൈൻ ടു പ്രൊവൈഡ് വെരിഫൈഡ് പെർഫോമൻസ് ഡേറ്റ ഓഫ് ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡേഴ്സ്. അക്കോർഡിംഗ് ടു സിപ്രി, what was India's global rank in defense spending in 2025? Option B 5th ആണ്. According to SIPRI, Stockholm International Peace Research Institute report 2029, top 5 military spenders. ഫസ്റ്റ് വരുന്നത് USA, സെക്കൻഡ് ചൈന, തേർഡ് റഷ്യ, ഫോർത്ത് ജർമ്മനി, ഫിഫ്ത്ത് ആണ് ഇന്ത്യ വരുന്നത്. ഹൂ ബിക്കം ദ ഇന്ത്യസ് ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ? ഫസ്റ്റ് ട്രാൻസ്ജെൻഡർ ക്രിക്കറ്റ് അമ്പയർ വരുന്നത് ഓപ്ഷൻ ബി ഋതിക ശ്രീ ആണ്. ഋതിക ശ്രീ തമിഴ്നാട് ഉള്ള വ്യക്തിയാണ്. വിച്ച് കൺട്രി ലോഞ്ച് യൂറോപ്സ് ഫസ്റ്റ് ഫുള്ളി ഇൻട്രീം ലിഥിയം പ്രൊജക്റ്റ്? ഇൻ്ററിം ലിഥിയം പ്രൊജക്റ്റ് ഏത് കൺട്രിയുടെയാണ്? ഓപ്ഷൻ എ ഫിൻലൻഡ് ആണ്. കെലിബർ പ്രൊജക്റ്റ് യൂറോപ്സ് ഫസ്റ്റ് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് ലിഥിയം പ്രൊജക്റ്റ് നിയർ കൊക്കോല, ഫിൻലാൻഡ്. വിച്ച് ടീം വോൺ AIFF എലൈറ്റ് യൂത്ത് ലീഗ് 2025-26 ടൈറ്റിൽ? ഏത് ടീമാണ്? ഓപ്ഷൻ ബി പഞ്ചാബ് FC. India's first Basmati organic demo farm has been established in which city? Option C Pilibhit. India's first Basmati organic demo farm ആണ് ഇവിടെ വന്നത്. ഓപ്ഷൻ സി പിലിഭിത്ത് ആണ്. എസ്റ്റാബ്ലിഷ്ഡ് ബൈ അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് പ്രോഡക്റ്റ് എക്സ്പോർട്ട് ഡെവലപ്മെൻറ്റ് അതോറിറ്റി APEDA. ഓക്കെ. പിലിഭിത്ത് ഉത്തർപ്രദേശ് ആണ്. Which organization approved the first ever infant specialized malaria drug in 2026? മലേറിയ ഡ്രഗ് ആണ് 2026 ഇൻഫൻറ്റ് സ്പെസിഫിക് ആണ്. ഓപ്ഷൻ ബി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ്. ഫസ്റ്റ് എവർ ഇൻഫൻറ്റ് സ്പെസിഫിക് മലേറിയ ഡ്രഗ് അപ്രൂവ്ഡ് ബൈ WHO ഏതാണ്? അതിൻ്റെ പേര് കോർട്ടം ബേബി എന്നാണ്. കോർട്ടം ബേബിയാണ് ഇൻഫൻറ്റ് സ്പെസിഫിക് മലേറിയ ഡ്രഗ്. അതിൻ്റെ ജനറിക് നെയിം വരുന്നത് ആർട്ടമെത്തർ ലുമെഫാൻട്രൈൻ. എന്നാണ്. വിച്ച് കൺട്രി ടോപ്പ് ദ മെഡൽ ടേബിൾ അറ്റ് ദ IISF ഇൻ്റർനാഷണൽ ഷൂട്ടിംഗ് സ്പോർട്സ് ഫെഡറേഷൻ ജൂനിയർ വേൾഡ് കപ്പ് 2026? ഏത് കൺട്രിയാണ്? ഓപ്ഷൻ ബി ഇന്ത്യ. നടന്നത് കെയ്റോയിലാണ്, ഈജിപ്തിൽ വെച്ച്. ഇന്ത്യയാണ് ടോപ്പിൽ വന്നത്. 16 മെഡൽസ്, അതിൽ 5 ഗോൾഡ് 6 സിൽവർ 5 ബ്രോൺസ് ആണ് വരുന്നത്. Who became the first player in IPL history to hit 800 boundaries? 800 boundaries ക്രോസ് ചെയ്തതാണ്? ഓപ്ഷൻ ഡി വിരാട് കോഹ്ലി ആണ്. Who has been inducted into the US Army War College International Hall of Fame? ആരാണ്? ഓപ്ഷൻ സി ഉപേന്ദ്ര ദ്വിവേദി ആണ്. ഉപേന്ദ്ര ദ്വിവേദി നമ്മളിന്ന് പറഞ്ഞതുപോലെ തന്നെ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ്. US Army War College International Hall of Fame പെൻസിൽവാനിയ ആണ്. Which bank license was cancelled by RBI in 2026? Option A Paytm Payment Bank ആണ്. RBI cancelled the license of Paytm Payment Bank under the Banking Regulation Act of 1949. Which country passed a law to ban tobacco sales to people born on or after 1st January 2009? ഏത് കൺട്രിയാണ്? ഓപ്ഷൻ എ UK ആണ്. Which organization upgraded India to a Category A status from the Category B in athletics? കാറ്റഗറി എയിലേക്ക് മാറ്റിയത് ഏതാണ്? ഓപ്ഷൻ എ അത്ലറ്റിക്സ് ഇൻറ്റഗ്രിറ്റി യൂണിറ്റ് ആണ്. റീസൺ ഡ്യൂ ടു ദ ഹൈ റിസ്ക് ഓഫ് ഡോപ്പിംഗ് ഇൻ ഇന്ത്യൻ അത്ലറ്റ്സ്. ഇന്ത്യൻ അത്ലറ്റ്സിൽ ഡോപ്പിംഗ് റേറ്റ് കൂടുതലായതാണ് ഈ ഒരു കാറ്റഗറി ചേഞ്ച് ചെയ്യാനുള്ള കാരണം. കൺട്രീസ് ഇൻ കാറ്റഗറി എ റിക്വയർ സ്ട്രിക്റ്റ് മോണിറ്ററിംഗ് ആൻഡ് എൻഹാൻസ്ഡ് ആൻറ്റി ഡോപ്പിംഗ് മെഷേഴ്സ്. Who has been selected as the 2026 Young Global Leader YGL by the World Economic Forum WEF? ഓപ്ഷൻ സി ആർത്തർ ലോ ആണ്. ആർത്തർ ലോ co-founder and managing principal of Store Friendly Asia. Which space agency
completed the assembly of Nancy Grace Roman Space Telescope? ഓപ്ഷൻ എ നാസയാണ്. നാൻസി ഗ്രേസ് റോമൻ സ്പേസ് ടെലിസ്കോപ്പ് എ നാസ ഇൻഫ്രാറെഡ് സ്പേസ് ടെലിസ്കോപ്പ് ആണത്. വിച്ച് സിറ്റി വിൽ ഹോസ്റ്റ് ദ 2027 വേൾഡ് പാരാ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ്? ഓപ്ഷൻ സി താഷ്കന്ത് ആണ്. താഷ്കന്ത് എന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാനിലുള്ള പ്ലേസ് ആണ്. ഉസ്ബെക്കിസ്ഥാൻ്റെ ക്യാപിറ്റലാണ് താഷ്കന്ത്. താഷ്കന്ത് ക്യാപിറ്റലാണോ അവിടുത്തെ സിറ്റിയാണെന്ന് അറിയില്ല, കൺഫേം ചെയ്തോളണം. വിച്ച് IIT ഇൻട്രൊഡ്യൂസ്ഡ് ഒമേഗ ബോൾ, ഇന്ത്യസ് ഫസ്റ്റ് 3 ടീം ഫുട്ബോൾ ഫോർമാറ്റ്? 3 ടീംസുള്ള ഒരു ഫുട്ബോൾ ഫോർമാറ്റാണ് ഈ ഒമേഗ ബോൾ എന്ന് പറയുന്നത്. അതാരാണ് ഡെവലപ്പ് ചെയ്തെടുത്തത്? IIT മദ്രാസ് ആണ്. രൂമൻ രാദേവ് ബിക്കം ദ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് വിച്ച് കൺട്രി? ഓപ്ഷൻ എ ബൾഗേറിയ ആണ്. ബൾഗേറിയയുടെ ക്യാപിറ്റൽ വരുന്നത് സോഫിയ ആണ്. വിച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് ദ AI ചാറ്റ്ബോട്ട് അഭയ്? അഭയ് എന്നുള്ള AI ചാറ്റ്ബോട്ട് ആരാണ്? ഓപ്ഷൻ ഡി CBI ആണ്. ലോഞ്ച് ബൈ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ സൂര്യകാന്ത് ആണ്. എയിം ടു പ്രൊട്ടക്ട് സിറ്റിസൺ ഫ്രം ഓൺലൈൻ സ്കാംസ് ആൻഡ് സൈബർ ഫ്രോഡാണ്. റെലോസ് അഗ്രിമെൻറ്റ് ഹാസ് ബീൻ ഓപ്പറേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് വിച്ച് കൺട്രി റീസെൻ്റ്ലി? ഇന്ത്യയും ഏത് കൺട്രിയാണ്? ഓപ്ഷൻ സി റഷ്യയാണ്. ഇന്ത്യ ആൻഡ് റഷ്യയാണ് ഏത് റെലോസ് എന്ന് പറയുന്നത്. റെസിപ്രോക്കൽ എക്സ്ചേഞ്ചസ് ഓഫ് ലോജിസ്റ്റിക്സ് എഗ്രിമെൻ്റ് ആണ് റെലോസ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ എൻഹാൻസ് military cooperation, logistics support between India and Russia. Agreement allows refueling, repair, maintenance of military assets. Both countries can use each other's military bases, naval ports, air bases. Which institution launched the Vikram Sodhi Center for Air-Driven Mining Systems? Option B IIT Kharagpur ആണ്. Objective to promote use of artificial intelligence in mining sectors. Who won the Miss Seik India 2026 title? Miss Seik India 2026 title. Option C നിഷിത യോഗേഷ് അന്താർക്കർ ആണ്. നിഷിത യോഗേഷ് അന്താർക്കർ. Who inaugurated ശ്രീ ഗുരു ഭൈരവൈക്യ മന്ദിര? ശ്രീ ഗുരു ഭൈരവൈക്യ മന്ദിര ആരാണ് ഇനാഗ്രേറ്റ് ചെയ്തത്? ഓപ്ഷൻ എ നരേന്ദ്രമോദിയാണ്. ശ്രീ ഗുരു ഭൈരവൈക്യ മന്ദിര ലൊക്കേഷൻ വരുന്നത് മാന്ദ്യ ഡിസ്ട്രിക്ട് കർണാടകയാണ്. വിച്ച് 2 ലാംഗ്വേജസ് വെർ റീസെൻ്റ്ലി റെക്കഗ്നൈസ്ഡ് ആസ് സ്റ്റേറ്റ് ലാംഗ്വേജസ് ഓഫ് മേഘാലയ? ഓപ്ഷൻ സി ഖാസി ആൻഡ് ഗാരോ ആണ്. ദ 3 ഒഫീഷ്യൽ ലാംഗ്വേജ് ഗാരോ, ഖാസി, ഇംഗ്ലീഷാണ്. ആർട്ടിക്കിൾ 345 ഗീവ്സ് പവർ ടു സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ചൂസ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒഫീഷ്യൽ ലാംഗ്വേജ് ചൂസ് ചെയ്യാനുള്ള ഇത് വരുന്നത് ആർട്ടിക്കിൾ 345 വഴിയാണ്. Who received the Harvard South Asian Person of the Year Award 2026? ആർക്കാണ്? ഓപ്ഷൻ ഡി സയാനി ഗുപ്തയ്ക്കാണ്. ഗിവൺ ഫോർ ഹെർ കോൺട്രിബ്യൂഷൻ ടു ഫിലിം, സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് സൗത്ത് ഏഷ്യൻ റെപ്രസെൻറ്റേഷൻ. ഇതിനൊക്കെയാണ് ഈ ഒരു അവാർഡ് കൊടുത്തത്. ഹാർവാർഡ് സൗത്ത് ഏഷ്യൻ പേഴ്സൺ ഓഫ് ദ ഇയർ. Who won the men's single title of Monte Carlo Masters 2026? Monte Carlo Masters. ഓപ്ഷൻ ബി ജാനിക് സിന്നർ ആണ്. ഡിഫീറ്റ് ചെയ്തത് അല്ലെങ്കിൽ റണ്ണറപ്പായി വന്നത് കാർലസ് അൽക്കാരസ് ആണ്. അവാർഡ് കിട്ടിയത് ജാനിക് സിന്നറിനാണ്. വന്താര യൂണിവേഴ്സിറ്റി ടു ബിക്കം ദ വേൾഡ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റഡ് ഗ്ലോബൽ യൂണിവേഴ്സിറ്റി ഫോർ വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഈസ് ലൊക്കേറ്റഡ് ഇൻ വിച്ച് പ്ലേസ്? വന്താര യൂണിവേഴ്സിറ്റി കേൾക്കുമ്പോൾ നമ്മുടെ അംബാനിയുടെയാണ്. ഓപ്ഷൻ എ ജാംനഗർ, ഗുജറാത്തിലാണ്. ഹു വാസ് നോൺ ആസ് എ ലയൺ ഓഫ് ലഡാക്ക്? ലയൺ ഓഫ് ലഡാക്ക് എന്ന് പറയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി സോനം വാങ്ചുക്ക് ആണ്. കേണൽ സോനം വാങ്ചുക്ക് റിട്ടയർഡ് 1999 കാർഗിൽ വാർ ഹീറോ ആണ്. റീസെൻ്റായിട്ട് ഫാസ്റ്റ് മരിച്ചുപോയ ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് മഹാവീർ ചക്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്. ദ കാലൈ 2 ഹൈഡ്രോ പവർ പ്രൊജക്ട് ഈസ് പ്ലാൻഡ് ഓൺ വിച്ച് റിവർ? കാലൈ 2 എവിടെയുള്ളതാണ്? ഓപ്ഷൻ ബി ലോഹിത് റിവറിലാണ്. റീസെൻ്റ്ലി ക്യാബിനറ്റ് അപ്രൂവ്ഡ് 14,105 crore കാലൈ 2 ഹൈഡ്രോ പവർ പ്രോജക്റ്റ്. ലൊക്കേഷൻ വരുന്നത് അഞ്ചാവ് ഡിസ്ട്രിക്ട്, അരുണാചൽ പ്രദേശാണ്. റിവർ ലോഹിത് റിവർ, ബ്രഹ്മപുത്ര ട്രിബ്യൂട്ടറിയാണ് ലോഹിത് റിവർ. കപ്പാസിറ്റി വരുന്നത് 1200 മെഗാവാട്ടിൻ്റെ ആണ്. അവിടെയുള്ള ഒരു എൻഡേഞ്ചേർഡ് ബേർഡാണ് ഇതേ കാണിച്ചിരിക്കുന്നത്, വൈറ്റ് ബെല്ലീഡ് ഹെറോൺ. ഓപ്പറേഷൻ ഹിംസേതു വാസ് കണ്ടക്റ്റഡ് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓപ്പറേഷൻ ഹിംസേതു ഏതാണ്? ഓപ്ഷൻ എ സിക്കിമിലാണ്. ഓപ്പറേഷൻ ഹിംസേതു ലോഞ്ച് ബൈ ഇന്ത്യൻ ആർമിയാണ്. അണ്ടർ ദിസ് ഓപ്പറേഷൻ 1400 ടൂറിസ്റ്റ് ആൻഡ്
ലോക്കൽ റെസിഡൻറ്റ് റെസ്ക്യൂഡ് ഇൻ സിക്കിം. സിക്കിമിൽ ലാൻഡ് സ്ലൈഡ്സിലും ബാക്കി കാര്യങ്ങളിലായിട്ട് ഇത്രയും പേര് 1400+ ആൾക്കാരാണ് റെസ്ക്യൂ ചെയ്തത്. ഓപ്പറേഷൻ്റെ പേര് ഹിംസേതു എന്നാണ്. ദ വേൾഡ് ഹോമിയോപ്പതി ഡേ ഈ സെലിബ്രേറ്റഡ് ഇൻ വിച്ച് ഡേ? ഹോമിയോപ്പതി ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ April 10 ആണ് ഹോമിയോപ്പതി ഡേ. 2026 തീം ഹോമിയോപ്പതി ഫോർ സസ്റ്റൈനബിൾ ഹെൽത്ത് എന്നാണ്. ഹു ബിക്കം ദ MD ആൻഡ് CEO ഓഫ് യെസ് ബാങ്ക് ഇൻ 2026? യെസ് ബാങ്കിൻ്റെ MD യും CEO ആയതാരാണ്? ഓപ്ഷൻ ഡി വിനയ് തോൻസെ ആണ്. യെസ് ബാങ്കിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. ഹു ബിക്കം ഇന്ത്യാസ് ഫസ്റ്റ് ഓപ്പൺലി LGBTQ+ MP? രാജ്യസഭയിൽ LGBTQ+ ആയിട്ടുള്ള MP ആരാണ്? ഓപ്ഷൻ ബി മേനക ഗുരുസ്വാമിയാണ്. മേനക ഗുരുസ്വാമി. റെപ്രസെൻറ്റിംഗ് വെസ്റ്റ് ബംഗാൾ. വെസ്റ്റ് ബംഗാളിലെ TMC തൃണമൂൽ കോൺഗ്രസിനെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ഈ വ്യക്തി രാജ്യസഭയിൽ വരുന്നത്. ലാഖ്പതി ഭിത്തിയ യോജന വാസ് ലോഞ്ച് ബൈ വിച്ച് ഗവൺമെൻറ്? ലാഖ്പതി ഭിത്തിയ യോജന ഏത് ഗവൺമെൻറ് ആണ്? ഓപ്ഷൻ ഡി ഡൽഹി ഗവൺമെൻറ് ആണ്. ടു സപ്പോർട്ട് ഗേൾസ് എഡ്യൂക്കേഷൻ. ഗേൾസ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യാനാണ് ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഫിനാൻഷ്യൽ സപ്പോർട്ട് ഓഫ് 1.2 lakh ഫ്രം ബർത്ത് ടു ഗ്രാജുവേഷൻ. ജനിക്കുന്നത് മുതൽ ഗ്രാജുവേഷൻ ആവുന്നവരെ 1.2 lakhൻ്റെ ഒരു സപ്പോർട്ടാണ് ഇതിൽ ഫിനാൻഷ്യലായിട്ട് വരുന്നത്. റീസെൻ്റ്ലി വിച്ച് സ്റ്റേറ്റ് പാർട്ട്നേർഡ് വിത്ത് സ്റ്റാർലിങ്ക് ഇന്ത്യ ഫോർ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി? സ്റ്റാർലിങ്കുമായിട്ട് ഒരു പാർട്ട്ണർഷിപ്പ് വന്നത് ഏത് സ്റ്റേറ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ മേഘാലയയാണ്. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ബേസ്ഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡറാണ്. മാനുഫാക്ചർ വരുന്നത് സ്പേസ് എക്സ് ആണ്. എലോൺ മസ്കിൻ്റെ ഒരു പ്രൊജക്റ്റാണ് ഈ സ്പേസ് എക്സ് എന്ന് പറയുന്നത്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ബൈ DGCA ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ചീഫ്? ആരാണ്? ഓപ്ഷൻ സി വീർ വിക്രം യാദവ് ആണ്. DGCAയുടെ ജനറൽ അല്ലെങ്കിൽ DGCAയുടെ ഹെഡായിട്ട് വന്നത് വീർ വിക്രം യാദവ് ആണ്. വെൻ ഈസ് സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റഡ്? സിവിൽ സർവീസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴാണ്? ഓപ്ഷൻ ബി 21 ഏപ്രിലാണ്. 21 ഏപ്രിലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് 21 ഏപ്രിൽ 1947 ഇന്ത്യസ് ഫസ്റ്റ് ഹോം മിനിസ്റ്റർ ആ സ്ഥാനത്തേക്ക് വരുന്നത്. സർദാർ വല്ലഭായ് പട്ടേൽ അഡ്രസ് ന്യൂലി അപ്പോയിൻറ്റഡ്. സർദാർ വല്ലഭായ് പട്ടേലായിരുന്നു അന്ന് ആ പൊസിഷനിലോട്ട് വന്നത്. ഫസ്റ്റ് ടൈം സെലിബ്രേറ്റ് ചെയ്തത് 2006 സിവിൽ സർവീസ് ഡേ എന്നുള്ള രീതിയിൽ സെലിബ്രേറ്റ് ചെയ്തത്. അതിൻ്റെ മെയിൻ ഉദ്ദേശം 21 ഏപ്രിൽ 1947 ഫസ്റ്റ് ഹോം മിനിസ്റ്റർ നിലവിൽ വരുന്നത്. വെൻ ഈസ് വേൾഡ് പാർക്കിൻസൺസ് ഡേ സെലിബ്രേറ്റഡ്? വേൾഡ് പാർക്കിൻസൺസ് ഡേ എന്നാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്? ഓപ്ഷൻ എ 11 ഏപ്രിലാണ്. പാർക്കിൻസൺസ് ഡിസീസ് എന്ന് പറയുന്നത് നെർവസ് ഡിസോർഡറാണ്. നെർവസ് സിസ്റ്റത്തിൻ്റെ ഡിസോർഡറാണ്. അത് അഫക്റ്റ് ചെയ്യുന്നത് മൂവ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബോഡിയാണ്. ഹ്യൂമൻ ബോഡിയുടെ മൂവ്മെൻറ്റിനാണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. വെൻ ഈസ് ഇൻ്റർനാഷണൽ മൈനിങ് അവയർനെസ് ഡേ സെലിബ്രേറ്റഡ്? മൈനിങ് അവയർനെസ് ഡേ വരുന്നത് April 4 ആണ്. 2026 തീം ഇൻവെസ്റ്റ് ഇൻ പീസ്, ഇൻവെസ്റ്റ് ഇൻ മൈൻ ആക്ഷൻ. ഇൻവെസ്റ്റ് ഇൻ പീസ്, ഇൻവെസ്റ്റ് ഇൻ മൈൻ ആക്ഷൻ എന്നാണ്. ഉത്കൽ ഡേ. ഉത്കൽ ഡേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ ഒഡീഷയായിട്ട് ബന്ധപ്പെട്ടതാണ്. ഓപ്ഷൻ എ ആണ്, ഒഡീഷയാണ്. ഉത്കൽ ദിവസ് അല്ലെങ്കിൽ ഒഡീഷ ഡേ എന്ന് പറഞ്ഞാൽ 1 ഏപ്രിലാണ്. 1 ഏപ്രിൽ 1936 ഒഡീഷ എവിടെ നിന്ന് സെപ്പറേറ്റ് ആയത്? ബീഹാറിൽ നിന്ന് സെപ്പറേറ്റ് ആയത്. അതുപോലെ തന്നെ സ്പെഷ്യൽ പ്രൊവിൻസ് ആയിട്ട് മാറിയത്. ഇത്രയാണ് മെയിനായിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ഉള്ളത്. പിന്നെ ആ ഡേയ്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു 2 പേജസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് നോക്കാം. വേൾഡ് ഓട്ടിസം അവയർനെസ് ഡേ വരുന്നത് 2 ഏപ്രിലാണ്. ഓട്ടിസം എന്ന് പറയുന്ന ഒരു ന്യൂറോ ഡെവലപ്മെൻറ്റ് ഡിസോർഡറാണ്. 2026 തീം ഓട്ടിസം ആൻഡ് ഹ്യൂമാനിറ്റി എന്നാണ്. വേൾഡ് ഹെൽത്ത് ഡേ 7 ഏപ്രിലാണ് വരുന്നത്. തീം വരുന്നത് ടുഗദർ ഫോർ ഹെൽത്ത് സ്റ്റാൻഡ് വിത്ത് സയൻസ് എന്നാണ്. വേൾഡ് ഹോമിയോപ്പതി ഡേ വരുന്നത് 10 ഏപ്രിലാണ്. ബർത്ത്ഡേ ആനിവേഴ്സറി ഓഫ് ഡോക്ടർ സാമുവൽ ഹാനിമാനാണ് വരുന്നത്. ഡോക്ടർ സാമുവൽ ഹാനിമാനാണ് ഫൗണ്ടർ ഓഫ് ഹോമിയോപ്പതി. എർത്ത് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് 22 ഏപ്രിലാണ്. 2026 തീം അവർ പവർ അവർ പ്ലാനറ്റ് എന്നാണ്. പിന്നെ വരുന്നത് April 15 വേൾഡ് ആർട്ട് ഡേ ആണ്. ബർത്ത്ഡേ ഓഫ് ലിയാനോ ഡാവിഞ്ചിയാണ്. April 15 വേൾഡ് ആർട്ട് ഡേ. April 16 സേവ് എലിഫൻറ്റ് ഡേ ആണ്. April 18 വേൾഡ് ഹെറിറ്റേജ് ഡേ ആണ്. April 29 ഇൻ്റർനാഷണൽ ഡാൻസ് ഡേ ആണ്. ഇനി കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട്. അവരെ കുറിച്ചാണ്. CD ഗോപിനാഥ് ഇന്ത്യസ് ഓൾഡസ്റ്റ് ചെസ് ക്രിക്കറ്ററാണ്. 96 വയസ്സിൽ മരിച്ചുപോയി. ഡോക്ടർ ഗോപാൽ റാവ് പാട്ടീൽ പീഡിയാട്രിക്സ് ആയിരുന്ന ഒരു ചൈൽഡ് ഡോക്ടറാണ്. ഫോമർ രാജ്യസഭ MP ആണ്. ആൾസോ നോൺ ആസ് ദേവ് മനുഷ് പാസ്ഡ് അവേ റീസെൻ്റ്ലി. നന്ദൽദ ഭാസ്കർ റാവ് ഫോർമർ ചീഫ് മിനിസ്റ്റർ ഓഫ് അൺഡിവൈഡഡ് ആന്ധ്രാപ്രദേശ് ആണ്. ഗുർബാക്സ് സിംഗ് ഗ്രേവാൾ ഒരു ഹോക്കി പ്ലെയറാണ്. പാസ്ഡ് അവേ. ഇന്ത്യൻ 1968
ഒളിമ്പിക് ബ്രോൺസ് മെഡലിസ്റ്റ് ആണ്. അടുത്ത ഹു ഹാസ് ബീൻ നെയിംഡ് എസ് CEO ഓഫ് ഇൻഡിഗോ. ഇൻഡിഗോയുടെ CEO ആയതാരാണ്? വില്യം വാൾഷ് ആണ്. ഹു ബിക്കം ദ ഫസ്റ്റ് വുമൺ BMC ബൃഹൻ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻ കമ്മീഷണർ. ഈ BMCയുടെ കമ്മീഷണർ ആയിട്ട് മാറിയതാരാണ്? അശ്വിനി ബിദയാണ്. ഹു ഹാസ് അസ്യൂംഡ് ചാർജ് ആസ് സെക്രട്ടറി ഓഫ് മിനിസ്ട്രി ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്? ചഞ്ചൽ കുമാർ. വിച്ച് കൺട്രി ഹോസ്റ്റഡ് ദ വൺ ഹെൽത്ത് സമ്മിറ്റ് അണ്ടർ G7? ഫ്രാൻസ് ആണ്. ഹു അൺവീൽഡ് മൈ വില്ലേജ് ഹെൽത്തി വില്ലേജ് ഇനിഷ്യേറ്റീവ് ഓൺ വേൾഡ് ഹെൽത്ത് ഡേ? ദേവേന്ദ്ര ഫഡ്നാവിസ് ആണ്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് BPCL? സഞ്ജയ് ഖന്ന. വിച്ച് പോർട്ട് ഹാസ് ബിക്കം ഇന്ത്യസ് ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ എക്സ്പോർട്ട് ഹബ്? മുണ്ട്ര പോർട്ടാണ്. ഫസ്റ്റ് ലൈഫ് സൈസ് ബ്രോൺസ് സ്റ്റാച്യു ഓഫ് സ്വാമി വിവേകാനന്ദ in the US was unveiled in which city? സിയാറ്റിൽ ആണ്. Who has been appointed as the Mossad Chief of Israel? Mossad Chief of Israel റോമൻ ഗോഫ്മാൻ ആണ്. Who became the first female Army Chief of Australia? Susan Coyle. Who won the ICC Men's Player of Month for March 2026? Sanju Samson. Who won the ICC Women's Player of the Month of March 2026? മെയ്ലി കെയർ ആണ്. ന്യൂസിലാൻഡ് പ്ലെയർ ആണ്. വിച്ച് സ്റ്റേറ്റ് റാങ്ക് ഫസ്റ്റ് ഇൻ ഇന്ത്യ ഫോർ ദ പ്രൊക്യൂർമെൻറ്റ് ത്രൂ ദ ഗവൺമെൻറ് മാർക്കറ്റ് പ്ലേസ് ഫിനാൻഷ്യൽ ഇയർ 2025-2026? ഉത്തർപ്രദേശ്. ഹു ലോഞ്ച് ദ മൊബൈൽ ആപ്ലിക്കേഷൻ മൈ LIC ഫോർ കസ്റ്റമേഴ്സ് ആൻഡ് സൂപ്പർ സെയിൽസ് സാഥി ഫോർ ഏജൻറ്റ്സ്? ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ LIC ആണ്. ഹു ബിക്കം ഏഷ്യാസ് റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ 2026? ഗൗതം അദാനി. വിച്ച് കൺട്രി ഓവർടുക്ക് ഇന്ത്യ ആസ് എ ടോപ്പ് സപ്ലയർ ഓഫ് മെയ്സ് അല്ലെങ്കിൽ കോൺ ടു ബംഗ്ലാദേശ്? ബ്രസീൽ. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ഫസ്റ്റ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഓഫ് ഡൽഹി മെട്രോ ഇൻ്റർനാഷണൽ ലിമിറ്റഡ് DMIL? ആരാണ്? സഞ്ജയ് ജമുവർ. വിച്ച് ഇന്ത്യൻ സിറ്റി വിൽ ഹോസ്റ്റ് ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ 2026? മുംബൈ. ആയുഷ് ചിന്തൻ ശിവർ 2026 was inaugurated in which city? New Delhi. Oscar Schmidt, Brazil, who recently passed away, was associated with which sports? Oscar Schmidt ഏത് സ്പോർട്സുമായിട്ടാണ്? ബാസ്കറ്റ്ബോൾ. Electrama 2027, the world's largest electrical show, was launched in which city? New Delhi. Ismail Omar Gulla has been re-elected as the president of which country? Djibouti. Which state became the first in India to introduce 10-year warranty for rural drinking water schemes under Jal Jeevan Mission? Uttar Pradesh. Which High Court banned the use of artificial intelligence AI in judicial decision making? Gujarat High Court ആണ്. ഇപ്പോൾ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഹു ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് എ ന്യൂ ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്? NS രാജസുബ്രഹ്മണ്യമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഗൈസ് ഏപ്രിൽ 2026 കറണ്ട് അഫയേഴ്സ് ഉള്ളത്. ഇത്രയും ഒരു 3 പാർട്ടായിട്ടാണ് ഞാൻ ചെയ്തത്. 3rd പാർട്ടാണ്. ഇത് കണ്ട എല്ലാവർക്കും താങ്ക് യു. ബാക്കിയുള്ള മന്ത്സിൻ്റെയും ഇതോടൊപ്പം തന്നെ ആഡ് ചെയ്യുന്നതായിരിക്കും. Okay, keep supporting.